ഇനി ടീച്ചർ ഇത്തിരി നടക്കട്ടെ. നടക്കാൻ വയ്യ, ഞാൻ നടന്ന് നോക്കുകയാണ്. മാഷ് പിടിച്ചാൽ ഇവിടെയൊക്കെ നടത്തുന്നത്. ഒട്ടും നടക്കാൻ പറ്റില്ല. 2 മാസമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റാതായിട്ട്. മോനൊരു വടി കൊണ്ടു തന്നു, മൂത്ത മകൻ, തിരുവനന്തപുരത്തുള്ള ആൾ. അത് എനിക്ക് ഒട്ടും, അത് ഈ പിച്ചളയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ, അല്ല അടിവശവും മൂന്ന് വശം പിച്ചള കെട്ടി എന്തോ ഒരു ഇതിൻ്റെ തലയൊക്കെ ആയിട്ട്, താഴെ വശത്ത് പിന്നെ പിച്ചളയുടെ തന്നെ ഒരു ബുഷ്. ആ ബുഷ് വീതി കുറവായതുകൊണ്ട് ഞാൻ എടുത്തൊന്ന് നടക്കാമെന്ന് നോക്കി പിടിച്ചിട്ട് അപ്പോൾ അത് വീഴാൻ പോന്നു. അപ്പോൾ അത് വെറുതെ ഒരു കാഴ്ച വസ്തുവായിട്ട് അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടോ വല്ല അസുഖം തോന്നുന്നുണ്ടോ? ഈ നടക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ടീച്ചർമാരുടെ ഓട്ട മത്സരത്തിനൊക്കെ സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ടീച്ചേഴ്സ് കൂട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പാവം ടീച്ചർക്ക് ഇത്രയും നടക്കാൻ വയ്യാതെന്ന് ചിന്തിക്കും. കാർ പോർച്ചിലാണ് നടക്കാൻ, എനിക്ക് റോഡിലോട്ട് നടക്കാൻ വയ്യ. നമ്മുടെ മുമ്പിൽ റോഡ് ആവശ്യം വയ്യ. ഇതാകുമ്പോൾ കാർ പോർച്ചിൽ നല്ല 2 കാർ പോർച്ചുണ്ടല്ലോ. ഇതിവിടം വരെ വന്ന് ഇനി അടുത്തത് ഇവിടെ സരയൂരിൻ്റെ മുമ്പിൽ കൂടെ ഞാൻ നടക്കുകയാണ്. ഐ സരയൂ കൈക്കൊള്ളുക നിൻ സ്വച്ഛ ശാന്തമാം ആത്മഗൃഹത്തിൻ. ഐ സരയൂ കൈക്കൊള്ളുക നിൻ സ്വച്ഛ ശാന്തമാം ആത്മഹൃദത്തിൻ അഗാധതയിലെന്നെയും. ഉദയഗിരിയിൽ സൂര്യൻ അണയുന്നു പിന്നെയും, ഉന്നിദ്രമാകുന്നു മന്ദാര പുഷ്പങ്ങൾ. ഉദയഗിരിയിൽ സൂര്യനണയുന്നു പിന്നെയും, ഉന്നിദ്രമാകുന്നു മന്ദാര പുഷ്പങ്ങൾ. മുടികോതി മലർചൂടി നീഹാരമുഖപടമാന്നു നിൽക്കുമീ സൗമ്യയാം ഭൂമിയെ. എവിടെ മെഴിയെത്തുന്നിതവിടെയെല്ലാം എൻ്റെ ദേവിയെ വിഭക്താംഗലേഖയായി കാണു ഞാൻ. സരയൂ കൈക്കൊള്ളുക നിൻ സ്വച്ഛ ശാന്തമാം ആത്മഗൃഹത്തിൻ അഗാധതയിലെന്നെയും. മാഷിതാ റോഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നു. ഞാനപ്പം ഇങ്ങോട്ടൊന്ന് മുറ്റത്തിട്ട് നടക്കുന്നു. മുറ്റത്തല്ല, മുറ്റമില്ല ഇപ്പം സത്യം കാർ പോർച്ചാണ്. ഒരു കാർ പോർച്ചിൽ എടുത്തപ്പം. പക്ഷെ അതുകൊണ്ട് മഴയായാലും നമുക്ക് നടക്കാം. ബോഡി വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ് നടക്കാൻ പറ്റാത്തതെന്നും പറയുന്നു. അപ്പോൾ എനിക്ക് 62 കിലോ ഉണ്ടായിരുന്നു, അത് 67 കിലോ ആയിട്ടുണ്ട്. 62 കിലോ 67 കിലോ ആയിട്ടുണ്ട്. എനിക്ക് ഹൈറ്റില്ലല്ലോ, 155 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണോ, കാല് ശോഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ എന്നും അറിയില്ല നടക്കാൻ പറ്റാത്തത്. ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്. കണ്ടാൽ ഒരു അസുഖവും തോന്നില്ല. ഹോസ്പിറ്റലിൽ 2 കൈയിലും ചൊറിഞ്ച് ട്രിപ്പ് ഇട്ട് ഒക്കെ കിടക്കുമ്പോൾ പോലും എൻ്റെ മുഖം കണ്ടാൽ അസുഖമുണ്ടെന്ന് പറയുകയില്ല.
ഡോക്ടർ അത്ഭുതപ്പെടും, എനിക്ക് 77 വയസ്സുണ്ട്, ഇത്രയും അസുഖങ്ങളുണ്ടെന്നുള്ള എന്നെ കണ്ട. സന്ധ്യയായി തുടങ്ങി. ഇനിയിപ്പം കയറി മേല് കഴുകിയിട്ട് വിളക്കൊക്കെ കൊളുത്തും, നാമം ജപിക്കും. ഇങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ദിനചര്യകൾ. ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള എല്ലാവരും.